ഞാൻ വിവരങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട നസറുദ്ദീൻ അവർ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കണം എന്നാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് എങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നസറുദ്ദീൻ സാഹിബ് ആ കൽപ്പനകളും ആ നിയമങ്ങളും എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്നൂടെ ഒന്ന് പറയണമെന്ന് മാത്രം ഒരു അപേക്ഷയുണ്ട്. അപ്പം ആ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുന്നവരെന്ന് പറയുന്നവരുടെ ഇപ്പം ഞാൻ ഉൾപ്പെടെ അത് പാലിച്ചാൽ ഞാൻ മുസ്ലിമാവും, അങ്ങനെയാണല്ലോ നസറുദ്ദീൻ സാഹിബ് പറഞ്ഞത്. അപ്പോൾ ആ നിയമങ്ങളും കൽപ്പനകളും ദൈവം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അത് മാത്രം. രാജഗോപാൽ, എൻ്റെ പേര് രാജഗോപാൽ. നാട്ടിലെവിടെയാ? എന്നാ രാജഗോപാൽ സാറ് എന്നിങ്ങനെ പ്രതിസന്ധിയിലാക്കി നിർത്തിയിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതാണ് ഒരു കാരണം. പക്ഷെ പോംവഴിയുണ്ട്. ഇവിടേക്ക് വിളിച്ചു വന്നിരിക്കുന്ന ആളുകൾ ഏതൊക്കെയോ ചില സുഹൃത്തുക്കളിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, അതിൽ സംശയമില്ല. ആ സുഹൃത്തുക്കൾ തീർച്ചയായും ഈ ജീവിത നിയമങ്ങളെ സംബന്ധിച്ച്, പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് സാറിൻ്റെ ഈ അന്വേഷണത്തിന് മറുപടിയായി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുന്നത്, സംഘടിപ്പിച്ച സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഒരു വിനീതമായ അപേക്ഷയാണ്, അവരോട് പറയുന്ന ഒരു അപേക്ഷയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഒറ്റ വാക്കിൽ എന്നാലും സാറിന് ചോദിച്ചതുകൊണ്ട് സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തെ നമ്മൾ പങ്കുവച്ചിരിക്കുന്നു, പലതാക്കി വെച്ചിരിക്കുന്നു. അതിന് ഞാൻ ഉദാഹരണവും പറഞ്ഞു. ആദ്യമായി നമ്മൾ എത്തി നിൽക്കേണ്ടത് നാം പല പേരുകളിൽ വിളിക്കുന്ന ദൈവം ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുക. കാരണം എന്നാലേ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം സൂചിപ്പിക്കട്ടെ, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഞാനൊരു വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ സുഹൃത്തിനൊരു മോനുണ്ട്, എനിക്കറിയാം. അപ്പം അവന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു മിഠായി വാങ്ങി പോക്കറ്റിലിട്ടുണ്ട്, ഒരു മഞ്ച് വാങ്ങി പോക്കറ്റിലിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് ഇങ്ങനെ അടുത്തിങ്ങനെ ചെല്ലുമ്പോൾ അകത്തു നിന്ന് മോനെ ഇവിടെ വാ എന്ന വിളി കേട്ടു. അപ്പം ഞാൻ അറിയാതെ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ തപ്പി നോക്കിയാണ്, മിഠായി ഉണ്ട്, മോനുണ്ട് എന്നുള്ളത് കൊണ്ട് മിഠായി ഉണ്ട്. കുറച്ചുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നെത്തുമ്പോൾ അടുത്ത വിളി, കുട്ടായി ഇവിടെ വാ. അപ്പം എനിക്കൊരാശങ്ക, ദൈവമേ ഒരാളുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു, അവിടെ വേറെ ഒരാളും കൂടെ ഉണ്ടോ? സാരമില്ല, മിഠായി പകുത്തിട്ട് രണ്ടാക്കിയിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ, തങ്കം ഇവിടെ വാ, ദേ ഈ പാല് കുടിക്ക്. ദൈവമേ 3 ആളുണ്ടോ? പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പല പേരും ചിലപ്പോൾ കേൾക്കും. അപ്പം അവസാനം ഞാൻ തീരുമാനിച്ചു, ഇത് മിണ്ടണ്ട, അവിടെ ഇരുന്നോട്ടെ, ചില വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ ഇന്ന് കോളിംഗ് ബെല്ലടിച്ച് റൂമിൽ കയറി നോക്കുമ്പോൾ, അകത്തേക്ക് കയറി നോക്കുമ്പോൾ തങ്കവും കുട്ടനും മോനും ഒക്കെ ആയിട്ട് ആരുണ്ട്? ആ മോനവിടെ ഉണ്ട്. ഋഗ്വേദ വേദപുസ്തകം ഇതിനെ സംബന്ധിച്ച് മനുഷ്യരോട് പറഞ്ഞത്, വിവരമുള്ള ആളുകൾ, വിദ്വാൻമാർ ഏകമായ ആ സത്തയെ പല പേരുകൾ കൊണ്ട് വിളിക്കുന്നു എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അതാണ്. രണ്ടാമതായി, ഈ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് നാം ഭൂമിയിൽ ജീവിക്കേണ്ടത്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട്? വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജീവിതമുണ്ട്. ഞാൻ രാവിലെ ഉണർന്നെഴുന്നേറ്റ് എൻ്റെ മുഖം ഞാൻ തന്നെ കാണുക എന്ന ഒരു പണിയുണ്ടല്ലോ. അതിന് കണ്ണാടിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ ആ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലും എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കാൽ രണ്ടും എൻ്റേത് തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റെ ഏത് കാൽ ആദ്യം മുന്നിലേക്ക് വെക്കണമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട്
ജീവിതത്തിന് അടുക്കും ചിട്ടയും കൃത്യമായി രൂപപ്പെടുത്തി വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരു പൂർണ്ണ വ്യക്തിത്വമുള്ള പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്ന ഒരുപാട് കൽപ്പനകൾ. പിന്നെ ഞാൻ കുടുംബത്തിലെ അംഗമാണ്. അവിടെ എൻ്റെ മക്കളുണ്ട്. എൻ്റെ മക്കൾ ഞാൻ തന്നെയായിരിക്കും എൻ്റെ മക്കളുടെ ടീച്ചർ. ഞാൻ എന്താണോ ശബ്ദം തള്ളക്കോഴിക്ക് മനസ്സിലാക്കിയാൽ തള്ളക്കോഴി ഒരു ഒച്ച ഉണ്ടാക്കും. ഉടനെ തന്നെ അപ്പുറപ്പുറത്ത് കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ ഓടി വരും, ചിറകൊന്ന് വിടർത്തി കൊടുക്കും. എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ടപ്പെ താഴ്ത്തും. പൂർണ്ണ സംരക്ഷണം. എന്നിൽ നിന്ന്, ഈ തള്ളക്കോഴിയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പോലുള്ള സംരക്ഷണം എൻ്റെ സമൂഹത്തിന് ലഭിക്കണം. ഞാൻ ദൈവവിശ്വാസിയെങ്കിൽ അതിന് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ. ഞാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തും. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ പ്രയാസത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സാമ്പത്തിക മേഖലകളിൽ ദൈവം നൽകിയിരിക്കുന്ന ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും പ്രത്യയശാസ്ത്രത്തെയും ദർശനത്തെയും അപ്പാടെ ലോകം ഒഴിവാക്കിയിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് ദൈവവുമായുള്ള ബന്ധം പ്രാർത്ഥിക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. പ്രാർത്ഥിക്കും, എൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ബന്ധവുമില്ല. അവിടങ്ങളിൽ ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, കൽപ്പനകൾ, നിയമങ്ങൾ, എൻ്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ എങ്ങനെ ചെലവഴിക്കണം, അത് ഏത് രൂപത്തിലായിരിക്കണം സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്, പലിശ സ്വീകരിക്കാവോ, ഞാൻ ഒഴിവാക്കേണ്ടതാണോ, ഞാൻ സമൂഹത്തെ നയിക്കുന്നവനായി മാറുന്നു, ഞാൻ രാഷ്ട്രീയ നേതാവാണ്, ഞാൻ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു സമൂഹത്തെ ശരിക്കും മുന്നോട്ട് നയിക്കുന്ന സുപ്രധാനമായ ഘടകം. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയ നിയമങ്ങളാണോ ഞാൻ അവിടെ നടപ്പാക്കേണ്ടത്, അതല്ല സൃഷ്ടിച്ച നാഥൻ നൽകിയ നിയമങ്ങളെയാണോ അവിടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത്? ഈ രംഗത്തൊക്കെയുള്ള ആവശ്യമായ നിയമങ്ങളും കൽപ്പനകളും വേദാധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവയ്ക്കൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കുമ്പോൾ എളുപ്പമാണ് പിന്നീട് അത് കിട്ടാൻ. ഒന്ന്, കുറ്റമറ്റ നീതിയായിരിക്കും അതിനുണ്ടാവുക. കുറ്റമറ്റ നീതി. എവിടെ നോക്കിയാലും നീതി നിഷേധം കാണാനേ കഴിയില്ല. ഡൽഹിയിലുണ്ടായ സംഭവത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വരെ, പ്രസിഡന്റിന്റെ ഭവനത്തിലേക്ക് വരെ ചരിത്രത്തിൽ ആദ്യമായി സമരജ്വാല കടന്നു ചെന്ന സംഭവം നമ്മൾ കണ്ടു. അങ്ങനെ കടന്നു ചെല്ലുന്നവരുടെ കയ്യിൽ പ്ലക്കാർഡുകൾ, ബോർഡ് എഴുതി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നീതി വേണം, വി നീഡ് ജസ്റ്റിസ് എന്നെഴുതിയിട്ടൊരു ബോർഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നീതി വേണം എന്നെഴുതിയിട്ട്. നീതി അതില്ലാത്തതാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. അടിസ്ഥാനത്തിൽ ഒന്ന് നീതിയാണ്. എന്ത് സാമ്പത്തിക മേഖല നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. കുടുംബജീവിതത്തിലെ സംവിധാനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. വ്യക്തിയുടെ ജീവിതം ഒറ്റയ്ക്കാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നീതി അധിഷ്ഠിതമായിരിക്കും. അങ്ങനെ നീതിയിൽ അധിഷ്ഠിതമായി നിൽക്കും മുഴുവൻ നിയമങ്ങളും കൽപ്പനകളും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇനി മുഴുവൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ നീതി ഉണ്ടോ ഇല്ല എന്ന് ചിന്തിച്ചിട്ട് നീതിയുടെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അത് ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുന്നതിന്റെ ഭാഗമായി മാറുമെന്നർത്ഥം. അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അതിൽ നീതിയുണ്ടോ എന്ന് തെരഞ്ഞാൽ മതി. രണ്ടാമത്തെ അടിസ്ഥാനം കാരുണ്യമാണ്. കാപ്പട്യമില്ലാത്ത കാരുണ്യം. കാരുണ്യം താല്പര്യത്തിനനുസരിച്ചാകരുത്. എനിക്കെന്തെങ്കിലും, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ കാരുണ്യവും അതേ സ്നേഹവായ്പും മറ്റ് ഒരാളുടെ കുഞ്ഞിനുണ്ടാകുമ്പോഴും എനിക്ക് അനുഭവിക്കണം, എനിക്ക് നൽകാൻ കഴിയണം. കുഞ്ഞിനെ ഞാൻ ഉദാഹരിച്ചു എന്നേ ഉള്ളൂ. മുഴുവൻ വിഷയങ്ങളിലും ഒരു വിഷയം ഞാൻ ചെയ്യുമ്പോൾ അത് നീതിയിൽ അധിഷ്ഠിതമാണോ, അത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലമായി ആർക്കെങ്കിലും അനീതി സംഭവിക്കുമോ, ഞാനത് ചെയ്യുമ്പോൾ അതിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഘടകങ്ങളല്ലേ ചേർന്നിരിക്കുന്നത്?